ഓ, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? എന്നാ നിന്റെ ശനിദശ തുടങ്ങി മോളെ. അതെ, നിക്ക്. ഇപ്പൊ സമയത്രേ. കൃത്യനിഷ്ഠ, സമർപ്പണം, ആത്മാർത്ഥത, ഈ വക സ്വഭാവ ഗുണങ്ങൾ വാങ്ങുന്ന ശമ്പളത്തോട് കാണിക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം നാട്ടുകാർക്ക് സ്കാനിങ്ങിനും എക്സ്റേക്ക് കൊടുക്കാനേ കാണൂ. മൂക്കിലൊരു കണ്ണട വെച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഒരു പെണ്ണും ഇന്ദിരാഗാന്ധി ആയിട്ടില്ല. കണ്ണുരുട്ടി പിടിപ്പിക്കാതെ പോയി അറ്റൻഡൻസിൽ ഒപ്പറി. പേടിച്ചു പോയി പാവം. വെൽട്ടൻ ആദിത്യവർമ്മ, വെൽട്ടൻ. പേരാദിത്യവർമ്മ, രാജരക്തത്തിൽ ജനനം, എന്റെ കൈകൊണ്ട് മരണം. ആദിത്യവർമ്മ. യെസ്. മാഡം, ഗുഡ് മോർണിംഗ്. You are a best performing artist. Thanks. ആണോ? മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതലകയല്ലേ? ഇടയ്ക്കിങ്ങനെ തല്ലാറുണ്ട്. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഓ മൈ ഗോഡ്. ആ രൂപ വേണ്ടല്ലേ? ടെക്നോളജിയുടെ ഒരു പോക്കേ. ആളറിയാതെ പറ്റിയതാ. ഇരിക്കാനല്ലേ പറഞ്ഞേ? ആ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങ് തരൂ. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. നിനക്കെന്താടാ വല്ല ഇങ്ങനെ മിന്നുമോളെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടാ നോക്ക്. സപ്രത്തിന് വേറെന്തോ പറയാൻ വന്നാണ്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. ഇതിനകത്ത് സ്കാനിംഗ് റിപ്പോർട്ട് ഇല്ലല്ലോ. സ്കാനിംഗ് റിപ്പോർട്ടോ? ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഹോൾ ബോഡി സ്കാനിംഗ് റിപ്പോർട്ട് നിർബന്ധം. അത് മാത്രം പോരാ, നീ രാജരക്തത്തിൽ പിറന്നാണോന്ന് അറിയാൻ വേണ്ടിട്ട് രക്തം, കഫം, മലം, മൂത്രം എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യണം. ഇല്ലേ മിന്നു? എത്രയും പെട്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് കൊണ്ടുവരും. ഇത് മിന്നുവിന്റെ പുതിയ തീരുമാനമാണ്. ഇതറിയാതെ പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. മാഡം, ആളറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. അതിനുള്ള ശിക്ഷയാണ് ഈ സ്കാനിംഗ് എങ്കിൽ ഞാൻ ചെയ്തിട്ട് വരാം. പക്ഷേ ഈ വേക്കൻസിയിൽ എന്നെ തന്നെ പരിഗണിക്കണം. ഇയാൾ അധികം സംസാരിക്കണ്ട, പോയി സ്കാനിംഗ് റിപ്പോർട്ടുമായി വാ. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ആദിത്യവർമ്മ, ഒരു ടൈ കെട്ടിയത് കൊണ്ട് മാത്രം ഒരാണും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവില്ല. ചെല്ലും. മേഡം, ഇതുവരെ ഇല്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടൊന്നും ഞങ്ങൾ വലഞ്ഞു പോട്ടാ. എനിക്കാണ് ഈ ഹെർണിയുടെ അസുഖങ്ങളിൽ ഒരാഴ്ചയായിട്ട് മൂത്രം പോട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണം, മലമൂത്രമൊക്കെ പരിശോധിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. അതെ, മിന്നും മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ കാണും. നിങ്ങൾ ചെല്ല്. പെട്ടെന്ന് പോകുക. ആ ദേവി സ്കാൻ സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയാ. എല്ലാരും പോണമെന്നില്ല. എല്ലാവരുടെ മൂത്രവും കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയാൽ മതി. സ്കാൻ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞപ്പോ സത്യം എല്ലാരും പേടിച്ചു പോയി. മഞ്ജുലേട്ടൻ പോ. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത്. ശരി. നീ അവളുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചത് 2000 രൂപ. അവളെ പേടിച്ച് നീ സ്കാനിങ്ങിന് കൊടുത്തത് 3500 രൂപ. അവളെ ആർക്കാടാ പേടി? പിന്നെ എന്റെ അപ്പനെ ഓർത്ത് ഞാൻ ശ്രമിച്ചതാ. അവളുടെ കയ്യും കാലും പിടിച്ചെങ്കിൽ ഞാൻ ആ GM-ന്റെ കസേരയിൽ നിന്നിരിക്കട്ടെ, അവളെ ഞാൻ വരച്ച വരയിൽ നിർത്തും. അപ്പൊ നീ വരയ്ക്കോ? ഇല്ല, ചെരക്കും. മിടുക്കൻ. ആദിത്യവർമ്മ, ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചോളൂ. എന്റെ കുഞ്ഞു തലക്ക് ഇത്ര വലിയ റിപ്പോർട്ട്? 7 ഗുളികനാ, സൂക്ഷിച്ചോ. നീ ഉള്ള ഗുളിക കഴിക്കാൻ നോക്കും. അല്ല, ഞാൻ കൂടെ വരാം. ഇതെന്താ ബീവറേജിന്റെ ക്യൂ? ദേ, ഒരു ചെറിയ നീണ്ട ക്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. കൂടെ നിക്കണം. ജ്യോതിഷം പോലെ കുളമാക്കരുതേ. വാ. എന്തൊരു വിധി! കപട രോഗിയെ ഒറിജിനൽ രോഗി തള്ളുന്നു. അയ്യോ, അതെ അതെ. ഇതെന്തോന്നു? മരുന്ന് കുടിക്കാം നമ്മള്. ചോര. അയ്യോ, എല്ലാവരും ഒന്ന് വഴിമാറണേ. ഒരു രോഗിയാണേ, അപകടത്തിൽ തല ചെതറിയതാണേ. ഒന്ന് വഴി മാറണേ. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഞാൻ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു. എടാ, നീ
എന്റെ ചേച്ചി അപകടത്തില് തലച്ചോറ് നെയ്ച്ചോറായി മരിക്കാറായ ഒരു രോഗിയാണ്. ഒന്ന് പെട്ടെന്ന് മാറും ചേട്ടാ, ഒന്ന് കൈപിടിച്ചാൽ ആന്റണിയുടെ മകൻ ആദിത്യനല്ലോ. എന്റെ കർത്താവേ, ഈ ചെറുക്കന് എന്തോ പറ്റി. അയ്യോ, ബാലൻസ് താൻ തന്നെ വെച്ചോ. മിന്നു മേഡത്തിന് ദേ പോകുന്നു. അയ്യോ മേഡം, അയ്യോ അതെ, സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. എത്ര വർഷം വേണമെങ്കിലും ജോലി ചെയ്തോളാൻ പറഞ്ഞു. തലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് എന്റെ തലകൾ. ഇപ്പൊ ഇയാൾക്ക് ആശ്വാസമായല്ലോ. ഇനി സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോ. അയ്യോ മേഡം, അങ്ങനെ പറയരുത്. ഇയാളുടെ തല സ്കാൻ ചെയ്യാന്നുള്ളത് എന്റെ ഒരു കുഞ്ഞു പ്രതികാരമായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് താൻ തന്നെ സാധിച്ചായിരുന്നു കരുതിയില്ല. ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഹൈവേയിൽ വെച്ച് അയ്യോ പോലെ അങ്ങനെ പറഞ്ഞ ഈ ടൂ വീലറിന് തല വെച്ച് ഞാൻ മരിക്കും. എനിക്ക് ഒരു തവണത്തേക്ക് മാപ്പ് തന്നൂടെ? സോറി ആദിത്യവർമ്മ, ചോദിക്കുമ്പോ എടുത്തു തരാൻ മാത്രം എന്റെ മാപ്പ് സ്റ്റോക്കില്ലല്ലോ. അയ്യോ, ഒരു കാര്യം മറന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ചുമക്കുന്ന തലയല്ലേ ഇത്. ഇനി ഈ തലയ്ക്കൊന്നും സംഭവിക്കാതിരിക്കാൻ എന്റെ വക ഇതിരിക്കട്ടെ. ഹെൽമെറ്റ് ഇട്ടിട്ട് കാര്യമില്ല മേഡം, ജോലി. എന്താ ഭാഗ്യം നമ്മുടെ മോളിങ്ങനെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ എല്ലാരോടും ഇങ്ങനെ പെരുമാറുന്നത്. ആ, എല്ലാം കാണാനും കേൾക്കാനും എന്നെ തനിച്ചാക്കിയിട്ട് നീ പോയില്ലേ? ആന്റണിക്ക് ഞാൻ കൊടുത്ത വാക്കാ. സാരയില്ല. അയാളോട് ഇത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. നാളെ തന്നെ മിന്നു ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആക്കാം അയാളെ. പക്ഷെ ഒരു കാര്യം, ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ച ആ നിമിഷം ഞാൻ അയാളെ പറഞ്ഞുവിടും. അന്ന് എന്റെ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രോമിസ്. പോരെ? മതി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ടേക്ക് യുവർ സീറ്റ്. ഇപ്പൊ സന്തോഷായില്ലേ? എങ്കിൽ ചെലവ് എന്നാ ലഡൂലാവാം. എന്റെ ഒരു സന്തോഷത്തിനാ. നിങ്ങളുടെ സന്തോഷത്തിനോ? നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നേ? നിങ്ങൾ ഇവിടുത്തെ ഡ്രൈവറാണ്. നിങ്ങൾ ആ ജോലി ചെയ്താൽ മതി. ഞാനാ പറഞ്ഞ സ്റ്റാഫിന് എല്ലാവർക്കും ലഡു കൊടുക്കാൻ. ഓ, താങ്ക് യു. വേണ്ട വേണ്ട. അളിയ ഒരെണ്ണം എടുക്കളിയ. ആന്റണി ചേട്ടന് കഴിക്കേ. അളിയൻ എപ്പോഴും ചൂടായി. മോളെ ലഡു. അമ്മാവാ, ലഡു എന്റെ പട്ടി തിന്നും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തിന്നാം. അവനോടുള്ള വെറുപ്പ് എന്തിനാ പാവം ലഡുവിനോട് തീർക്കുന്നത്? നില്ലേ പട്ടി എന്നെ. നോ, എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ ഫ്ലാറ്റ് ഡെലിവറി ചെയ്തിരിക്കണം. മിന്നു പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പരിക്ക് പറ്റിയ തൊഴിലാളിക്ക് പകുതി പണം മിന്നു ഗ്രൂപ്പ് കൊടുക്കും, ബാക്കി കോൺട്രാക്ട് കൊടുത്തിരിക്കണം. അത് തന്നെയല്ല, എത്രയും പെട്ടെന്ന് തൊഴിലാളി സമരം അവസാനിപ്പിച്ച് പണി തുടങ്ങിയിരിക്കണം. മനസ്സിലായടാ? ഓ, എന്തോ നിക്കോ വന്നല്ലോ. അമ്മവ, എന്നെ മാനേജർ ആക്കണ്ട, അസിസ്റ്റന്റ് മാനേജർ ആയിട്ടെങ്കിലും. യവൻ എന്താ മനസ്സിലാക്കിയത്? എടാ, ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എഴുത്തുമായവനും അറിയാത്തവൻ എന്നല്ല അർത്ഥം. അനാവശ്യം പറയരുത്. എനിക്ക് വായിക്കാനേ അറിയാതുള്ളൂ, എഴുതാൻ അസലായിട്ട് അറിയാം. 7ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവാ, എനിക്ക് ഒരു അവസരം എന്താ? എന്തിന്? അമ്മാവന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വർക്ക് സൈറ്റിലെ തൊഴിലാളി പ്രശ്നം ഈ മഞ്ചുളം പരിഹരിക്കും. എന്നിട്ട് എനിക്കൊരു അവസരം തന്നാ മതി. അവൻ ഫോൺ എടുക്കുന്നില്ല. എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കേ. അവനെന്തുവാ പറഞ്ഞേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആദ്യം ഫോൺ എടുക്കുന്നില്ല. അപ്പോ നമ്മൾ ഊഹിച്ചത് ശരിയാ. ഇപ്പോ സംസാരിക്കാൻ പോലും ശേഷി ഉണ്ടാവില്ല. സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണാൻ വന്നപ്പോഴാ ഞങ്ങൾ കണ്ടത്. എന്തായാലും ഒരാൾ വെറുതെ വന്ന് സ്കാൻ ചെയ്യില്ല. അന്വേഷിച്ചപ്പോ ഓൾ ബോഡി സ്കാനിങ്ങാ. അയ്യോ, ലക്ഷ്മിയെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിഞ്ഞപ്പോ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണം.
നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നോക്കി. ഇപ്പൊ എന്തായി? ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു, മിന്നു ഗ്രൂപ്പ് നോക്കി നടത്താനുള്ള കാര്യശേഷി ഈ മുഖത്തെഴുതി വെച്ചിട്ടുണ്ടെന്ന്. ആന്റണി ആദിത്യനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനിതിലപ്പുറം പ്രതീക്ഷിച്ചതാ. ആദിസാറിന്റെ കാര്യം പോട്ടെ, ആദിസാറിന്റെ അച്ഛൻ പുലിയല്ലേ, പുലി. മര്യാദക്കേട് കണ്ട അപ്പ തല്ലും. ആര് എടുപ്പും നിപ്പും കണ്ട സത്യം പറയാലോ ആരായാലും പേടിച്ചു. ആദിസാറ് പോലും അച്ഛന്റെ മുമ്പിൽ മൂത്രം ഒഴിച്ചു പോവും. എന്താ കളറ്? എന്തിന്? അച്ഛനെ. ഞാൻ കരുതി എന്നൊന്നും ചെയ്യില്ല, ഞാൻ അരി എടുത്തില്ല. വീടെത്തിയ ചേട്ടാ, വീടെത്തിയ പല്ലു ഒരാളായി. തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ പോയവൻ തൊഴിലാളിയുടെ കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്ത് ഇപ്പൊ നല്ലൊരു കഞ്ഞിവെപ്പുകാരനായി ഇതാ വന്നിരിക്കുന്നു. കൊള്ളാം. നുണയാണ് നുണ. കള്ളത്തരം പറയരുത്. നീ കഞ്ഞി വെച്ച് കൊടുത്തില്ലേ? അത് പിന്നെ 10-25 പേർ ചേർന്ന് ഇത്രയും നീളമുള്ള കത്തി എടുത്ത് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് വയ്ക്കണ കഞ്ഞി എന്ന് പറഞ്ഞാൽ ആരായാലും കഞ്ഞി വെച്ച് പോവും. അമ്മാവനായിരുന്നെങ്കിൽ പയറും ചമ്മന്തിയും വരെ വെച്ചേനെ. കഞ്ഞി നീ ഏതായാലും വെച്ച് കൊടുത്തില്ലേ? ഇനി നീ ആ ജോലി തന്നെ ഞങ്ങൾ ചെയ്തോടാ. സർ, ഞാനൊന്ന് ഓഫീസിലേക്ക്. ഡ്രൈവർ, വണ്ടിയെട്. ഈ പാൻഡൊക്കെ എന്നാ അമ്മാവ ഉണ്ടായത്? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൻ ചില സമയത്ത് തെലുങ്ക് നടന്മാരെ പോലെ ഭയങ്കര ഓവർ. നിന്റെ അല്ലടാ അപ്പൻ, അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാ മതി. ദൈവം നമ്മുടെ കൂടെയാ, അല്ലെങ്കിൽ ആ കോൺട്രാക്ടറുടെ മുന്നിൽ എല്ലാം പൊളിഞ്ഞു പോയേനെ. ദൈവത്തിന് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ഒരുത്തി നമ്മുടെ കാര്യവും പറഞ്ഞ് രാവും പകലും ദൈവത്തിന് ഉറക്കം കൊടുക്കാതെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ. നീ വണ്ടി കയറി. എന്റെ അമ്മ. എന്താപ്പാ? നിന്റെ അമ്മ. എന്റെ അമ്മ. എല്ലാ കണക്കൂട്ടലും തെറ്റാൻ പോവാണല്ലോ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? അമ്മ, നമ്മുടെ മോൻ എന്താ അസുഖം? എനിക്കൊരു അസുഖമില്ല. ലക്ഷ്മി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനും മോനും കൂടി ഇനി എന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കണ്ട. എല്ലാം ചെറിയച്ഛൻ പറഞ്ഞു. അയ്യോ, ചെറിയച്ഛൻ കണ്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്കൊരു അസുഖമില്ല. എല്ലാം ഇവിടെ പിടിച്ചേക്കാൻ വേണ്ടിയാ. അപ്പൊ ഒന്ന് പറ ലക്ഷ്മി. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോ. അച്ഛാ, ആന്റണി അതാരാ? അത് സാറേ, ഇവിടെ അടുക്കള ജോലിക്ക് ആളെ വേണമെന്ന് ചോദിക്കാൻ വന്നതാ. പറഞ്ഞൂലോ ഇവിടെ ആൾ ആവശ്യമില്ലെന്ന്. പോയിക്കോളൂ. ആന്റണി, അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങോട്ട് വന്നോളൂ. മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ. ചെന്നോളൂ. ഇവരെ നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ? എനിക്കറിയാം സർ, ഇവരെന്റെ വാലിക്കാരിയാ. കോവിലകത്ത് കുറച്ചാൾ അടക്കളപ്പണിക്ക് ഉണ്ടായിരുന്നേ, ആ പരിചയത്തിൽ വന്നതാ. ഇവിടെ അടുക്കളപ്പണിക്ക് ആളാവശ്യമുണ്ടോന്ന് അറിയാൻ. പാവങ്ങള് ആദ്യത്തിനെ വന്ന് കണ്ടാൽ വല്ല ജോലിയും കിട്ടുമെന്ന് കരുതി വന്നതായിരിക്കും മോളെ. അതിപ്പോ ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിട്ടില്ലോ. ഇവിടെ ഇപ്പൊ അടുക്കളയിൽ ആവശ്യത്തിന് ആളുണ്ടല്ലോ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഈ ജന്തു ഏതാ? അത് ഇവരൊരു ബന്ധുവാ. അല്ല, എന്റെ മോനാ. എനിക്കിപ്പോ ഈ ഭൂമിയിൽ ഇവൻ മാത്രമേ ഉള്ളൂ. മോനെ പോലെയാ. എന്താ മോന്റെ പേര്? ഊമയാ. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോടാ? ഏത് കോലത്തും കാണുമല്ലോ ഒരു മന്ദബുദ്ധി. അതേടാ, ഇവൻ അവിടുത്തെ മഞ്ജുകുമാരനാ. മഞ്ജു, നീ പൊട്ടലെ അടുക്കളക്കകത്ത് കൂട്ടിക്കൊണ്ടു എന്തെങ്കിലും തിന്നാൻ കൊടുക്കും.
അതെ, നീ പൊട്ടനാണെന്ന് കരുതിയിട്ട് മിണ്ടാതൊന്നും ഇരിക്കണ്ട. നിനക്ക് എന്ത് വേണം എന്നോട് വാ തുറന്ന് പറയാം. പോണത് കണ്ടില്ലേ, എന്തൊരൈക്യം. ചേരേണ്ടതേ ചേരൂ. നീ മൂക്ക് മുട്ട തിന്നിട്ട് പൂമുഖത്തേക്ക് വരണം. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ഇനി മുതൽ എന്നെ അനുസരിച്ച് ഇവിടെ നിന്നോളണം.